ഞാൻ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഓടുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? പറഞ്ഞുതരാം. നെതർലൻഡ്സ് എത്തിയ ആദ്യത്തെ ദിവസത്തെ ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണിത്. ഏകദേശം വൈകിട്ടായിട്ടുണ്ടാവും. ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോഴോ അതിൻ്റെ ഡോർ അടയുന്നില്ല. കറക്റ്റ് ഞങ്ങൾ കയറി സ്റ്റോപ്പിൽ നിന്ന് തൊട്ടിട്ട് അയാൾ അതിൻ്റെ മണ്ടയ്ക്ക് കുറേ നേരം കളിച്ചിട്ടാണ് ആ ഡോറൊന്ന് അടഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ആ ബീച്ചിലെത്തിയപ്പോഴോ അവിടെ ഒടുക്കത്തെ കാറ്റ്. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കി. സാൻഡ്വോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചായിരുന്നു കേട്ടോ ഇത്. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ട് അങ്ങനെയാണ് ഞങ്ങൾ അവിടേക്ക് ചെല്ലുന്നത്. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. പക്ഷേ ഈ കാറ്റ് നമ്മളെ സമ്മതിക്കണ്ടേ. നെതർലൻഡ്സ് എത്തിയപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഓരോ പണിയായിരുന്നു. പിന്നെ സമ്മർ ആയതുകൊണ്ട് തന്നെ സൺസെറ്റൊക്കെ വൈകിയാണ്. പക്ഷെ കാറ്റ് സമ്മതിക്കണ്ടേ. അതേപോലെയായിരുന്നു റൂമിൻ്റെ കേസും. 10 മണിക്കായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ചെക്ക് ഇൻ ടൈം. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ അവിടെ എത്തുന്നത് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിരിഞ്ഞ് കുറച്ച് പേര് പെട്ടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ലോക്കറിൻ്റെ അങ്ങോട്ടേക്കും പോയി, കുറച്ച് പേര് ഹോട്ടലിലേക്കും വന്നു. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കുത്തനെ ഒരു വലിയൊരു സ്റ്റെപ്പ്, അതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ പോകണമായിരുന്നു. ഞങ്ങൾ ആകെ പെട്ടു എന്ന് കരുതി. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഡോർമെട്രി ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത്. പിന്നെ തുടങ്ങിയില്ലേ വീണ്ടും ഓട്ടം. ആംസ്റ്റർഡാം മൊത്തത്തിലൊന്ന് കാണാമെന്ന് കരുതി ഞങ്ങളങ്ങ് ഇറങ്ങിയതാണ്. ട്രാം പിടിക്കാനുള്ള ഓട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത്. ജർമ്മനിയിൽ നിന്ന് ഓടി മതിയാവാഞ്ഞിട്ടാണോ ഞങ്ങൾ ഈ നെതർലൻഡ്സ് പോയി കിടന്ന് ഓടിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി ഞങ്ങൾ മെല്ലെ റൂമിലേക്ക് പോയി. അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.